ഹായ് ഹലോ തമിഴിൽ കണ്ട പോലെ സ്ട്രോബെറി ന്യൂട്ടെല്ല ബാർക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. കയ്യിലുള്ള സ്ട്രോബെറീസ് ആദ്യം നന്നായി വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്യുന്ന വെള്ളത്തിലേക്കും വിനീഗറും ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ സ്ട്രോബെറീസിൻ്റെ തലയെല്ലാം ഒന്ന് വെട്ടിമാറ്റാം. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ തലയില്ലാത്ത സ്ട്രോബെറീസിനെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചെടുത്ത് നമുക്ക് ഈ കാണുന്ന പോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സർക്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ സൈസ് വേണമെന്ന് വാശി പിടിക്കരുത്. എല്ലാം കറക്റ്റ് സർക്കിളായിട്ട് കിട്ടണമെന്ന് വാശി പിടിക്കരുത്. അതൊരിക്കലും കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് ഞാൻ കയ്യിൽ കിട്ടുന്ന പോലെ ചറവറ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ പേപ്പർ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക ചെയ്ത് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറീസ് നന്നായി ഒന്ന് നിരത്തി കൊടുക്കുക. കിട്ടുന്ന ഗ്യാപ്പ് എല്ലാം മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാനും കുത്തി കയറ്റുന്നുണ്ടായിരുന്നു. കയ്യിലുള്ള എല്ലാ സ്ട്രോബെറീസും വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ട്രേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ നിരത്തി അതിലേക്ക് വെക്കുന്നത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് വീതിയിലെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള സ്ക്വയർ ഷേപ്പിലോ മറ്റോ പരത്തിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. മധുരമുള്ള ചോക്ലേറ്റ് കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ന്യൂട്ടെല്ല എടുത്തു. ന്യൂട്ടെല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കറിയാം ന്യൂട്ടെല്ല ടേസ്റ്റ് ആണെന്നല്ല, ഇത് യൂസ് ചെയ്തിട്ട് ന്യൂട്ടെല്ല യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ന്യൂട്ടെല്ല എടുത്ത് ഞാൻ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ന്യൂട്ടെല്ല ഇവിടെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ടാണെന്ന് അറിയില്ല, ഫ്രിഡ്ജിൽ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ന്യൂട്ടെല്ലയും ഞാനും ഭയങ്കര അടിപിടിയായിരുന്നു. ഒട്ടും ലൂസല്ല, നല്ല ടൈറ്റ് കൺസിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ കൈ വെച്ചും 2 സ്പൂണൊക്കെ വെച്ച് അതിലേക്ക് എങ്ങനെയൊക്കെയോ പരത്തി ഒപ്പിക്കുകയാണ് ചെയ്ത്. അപ്പോൾ കുറച്ച് മെൽട്ടായിട്ടുള്ള ന്യൂട്ടെല്ല നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മുടെ സ്ട്രോബെറി നിരത്തി വെച്ച സ്ട്രോബെറിയിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലാണ് എനിക്ക് ആക്കാൻ പറ്റുള്ളൂ. ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ രാത്രിയാണിത് ഉണ്ടാക്കിയത്. ദെൻ ക്ലോസ് ചെയ്ത് രാവിലെ എണീറ്റു. ഏകദേശം ഒരു 10-12 മണിക്കൂർ വെച്ച് കാണും ഫ്രീസറിനകത്ത്. എന്നിട്ട് ഞാനത് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പിൽ പ്രത്യേകിച്ച് കാണുമ്പോൾ ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഞാൻ ആദ്യം ഒരു കത്തിയൊക്കെ എടുത്ത് അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഒട്ടും കട്ട് ചെയ്ത ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ തന്നെ അത് ഫുള്ളായിട്ടൊന്ന് കട്ടായി വരുന്നുണ്ടായിരുന്നു. നന്നായിട്ട് അങ്ങനെ വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈ കൊണ്ട് തന്നെ അതിന് പൊട്ടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ആ തണുപ്പോടുകൂടെ ആ ചോക്ലേറ്റും സ്ട്രോബെറിയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അതിൻ്റെ പുറകിലാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുണ്ട്. എനിക്കത് കാണാൻ നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ആ ബ്രൗണും റെഡും കളർ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.